കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് BNSS 144 അല്ലെങ്കിൽ പണ്ടത്തെ CRPC 125 പ്രകാരമാണ് ഭാര്യയ്ക്ക് ഭർത്താവ് ചെലവിന് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലേ. അപ്പോൾ നമ്മൾ 2021 നേഹ അഗർവാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന 2021 സുപ്രീം കോടതി വിധിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ മെയിൻ്റനൻസ് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത്. എന്നാൽ 2024 സുപ്രീം കോടതിയുടെ പുതിയ ഒരു കേസ് വന്നിട്ടുണ്ട്. ആ കേസ് പ്രകാരം 8 കണ്ടീഷൻസ് ആണ് കോടതി മെയിൻ്റനൻസ് കൊടുക്കുവാനായിട്ടുള്ള ക്രൈറ്റീരിയ ആയിട്ട് പരിഗണിച്ചിട്ടുള്ളത്. ആ 8 ക്രൈറ്റീരിയ കറക്റ്റായിട്ട് നോക്കി അതിലെല്ലാം സാറ്റിസ്ഫാക്ഷൻ ആയതിനു ശേഷം മാത്രമാണ് എത്ര രൂപ ഭാര്യയ്ക്ക് ഭർത്താവ് ചെലവിന് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുക. ഓക്കെ, ചില സന്ദർഭങ്ങളിൽ ഈ 2021 2024 കേസുകൾ എന്ത് ചെയ്യാറുണ്ട്, കമ്പൈൻ ചെയ്യാറുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ ആ 8 ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് വൈഫ് എന്നുള്ളതാണ്. അതായത് ഭാര്യയുടെ സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അവളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്, നിലവിലുള്ള അവസ്ഥ എന്താണ് എന്നുള്ളത് കോടതി തീർച്ചയായും പരിഗണിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബേസിക് ഫ്യൂച്ചർ നീഡ്സ് ഓഫ് ദി വൈഫ് ആൻഡ് ചിൽഡ്രൻ എന്നാണ് പറയുന്നത്. അതായത് ബേസിക് ഫ്യൂച്ചർ നീഡ്സ് മനസ്സിലായില്ലേ? അതായത് ഒരു ഭാര്യയ്ക്കും അതുപോലെ തന്നെ കുട്ടി അല്ലെങ്കിൽ കുട്ടികൾക്ക് അവരുടെ ജീവിതം 3 നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് മീൻസ് ബ്രെഡ് ആൻഡ് ബട്ടർ ഉപയോഗിച്ചുകൊണ്ട് ജീവിച്ചു പോകാനായിട്ട് അവർക്ക് എത്ര രൂപ ആവശ്യമുണ്ട് എന്നുള്ളതാണ് കോടതി ഇവിടെ പരിഗണിക്കുക. അടിസ്ഥാനപരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ടുള്ള ഒരു സംഖ്യയാണ് ഇവിടെ മെയിനായിട്ടും ചെക്ക് ചെയ്യുക. അപ്പോൾ അതിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CRPC 125 മൈനർ ചിൽഡ്രൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ BNSS 144 വന്നപ്പോൾ ആ മൈനർ ചിൽഡ്രൻ എന്നുള്ളതിന് പകരം ചിൽഡ്രൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. മൈനർ ചിൽഡ്രൻ എന്ന് പറയുകയാണെങ്കിൽ 18 വയസ്സ് വരെയാണ് അച്ഛൻ എന്ത് ചെയ്യേണ്ടത്, ചെലവിന് കൊടുക്കേണ്ടത്. പക്ഷേ BNSS വന്നപ്പോൾ അത് ചിൽഡ്രൻ എന്നായിട്ട് മാറിയിട്ടുണ്ട്. ചിലപ്പോൾ അത് 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അച്ഛൻ ചെലവിന് കൊടുക്കേണ്ടതായിട്ട് വരാനായിട്ടുള്ള ഒരു സ്റ്റാൻസ് അവിടെ കാണുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? ഇനി മൂന്നാമത്തെ ക്രൈറ്റീരിയ നോക്കാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് ഓഫ് വൈഫ് എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. അതായത് ഭാര്യയ്ക്ക് എത്രമാത്രം വിദ്യാഭ്യാസ യോഗ്യതകളുണ്ട് എന്നും അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ജോലി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ടോ എന്നും അല്ലെങ്കിൽ ഭാര്യയ്ക്ക് നിലവിൽ ജോലിയുണ്ടോ എന്നുള്ള കാര്യവും കോടതി എന്ത് ചെയ്യുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്. നാലാമത്തെ പ്രോപ്പർട്ടി ഇൻകം സോഴ്സസ് ആൻഡ് പ്രോപ്പർട്ടി ഓൺഡ് എന്നുള്ളതാണ്. ഭാര്യയ്ക്ക് എത്രമാത്രം സോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ എന്തെല്ലാം പ്രോപ്പർട്ടികളാണ് അവരുടെ പേരിൽ സ്വന്തമായിട്ടുള്ളത് എന്നുള്ളതും എന്ത് ചെയ്യുന്നുണ്ട്, കോടതി പരിഗണിക്കും. അഞ്ചാമതായിട്ട് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് വൈഫ് ഇൻ മാട്രിമോണിയൽ ഹൗസ് എന്നുള്ളതാണ്. അതായത് വൈവാഹിക ജീവിതം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഭർത്താവിൻ്റെ വീട്ടിലെ ഭാര്യ ഏത് ലെവലിലാണോ ജീവിച്ചിട്ടുള്ളത്, അതായത് 3 നേരം ബിരിയാണി കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഭാര്യയാണോ, അല്ലെങ്കിൽ അവൾ ഉടുത്തിരുന്ന സാരിയുടെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ അവൾ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ പ്രത്യേകതകൾ, ഓക്കെ, അതൊക്കെയാണ് നമ്മൾ സോഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് കല്യാണം കഴിച്ചതിന് ശേഷം ഭാര്യയ്ക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് എത്ര എമൗണ്ട് വേണം എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, കോടതി പരിഗണിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആറാമത്തെ പോയിന്റ് വെദർ വൈഫ് ലെഫ്റ്റ് ഹെർ ജോബ് ടു ടേക്ക് കെയർ ഓഫ് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളതാണ്. അതായത് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, കല്യാണത്തിന് മുമ്പ് ഭാര്യയ്ക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞതിന് ശേഷം, അത് കുട്ടികളുണ്ടായതിനു ശേഷമാകാം അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമാകാം, കുട്ടികളെ നോക്കുവാനോ അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങൾ നോക്കുവാനോ ആയിട്ട് ആ ഭാര്യ ആ ജോലി ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളതും എന്ത് ചെയ്യുന്നുണ്ട്, കോടതി ഇവിടെ പരിഗണിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏഴാമത്തെ പോയിന്റ് ലീഗൽ കോസ്റ്റ് ഫോർ വൈഫ് വിത്തൗട്ട് ഇൻഡിപെൻഡൻറ്റ് ഇൻകം എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ്. അത് എന്താ പറയുക, ഒരു നിയമപരമായിട്ട് ജീവിച്ചു പോകാനായിട്ട് ഭാര്യയ്ക്ക് എത്രമാത്രം എമൗണ്ട് വേണ്ടി വരും എന്നുള്ളതും കോടതി ചെക്ക് ചെയ്യും. ലാസ്റ്റ് എൻ്റെ എട്ടാമത്തെ പോയിന്റ് ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഓഫ് ദ ഹസ്ബൻഡ്, ദാറ്റ് ഈസ് ഇൻകം, ലയബിലിറ്റീസ് ആൻഡ് ഒബ്ലിഗേഷൻസ്. ഇത് നേഹ അഗർവാളിൻ്റെ കേസിൽ പറഞ്ഞിട്ടുള്ളൊരു പോയിന്റാണ്. അതായത് അസറ്റ്, ലയബിലിറ്റീസ്, എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ നോക്കുന്നത്.
ഭാര്യയുടെ ആദ്യത്തെ 7 കാര്യങ്ങൾ നോക്കുന്നു എന്നുള്ളതുപോലെ തന്നെ ഭർത്താവിന് എത്രമാത്രം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതും കൂടി കോടതി പരിഗണിക്കും. എന്തൊക്കെയാണ്? ഭർത്താവിൻ്റെ ഇൻകം, ഭർത്താവിൻ്റെ ലയബിലിറ്റീസ്, അതുപോലെ തന്നെ ഒബ്ലിഗേഷൻസ്. ഈ 3 കാര്യങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പരിഗണിക്കുക. ആസ് യൂഷ്വൽ നേഹ അഗർവാൾ ആൻഡ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ പറയുന്ന പോയിന്റ്. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കോടതി എന്ത് ചെയ്യുന്നത്? ചെലവിന് വിധിക്കുക. ദാറ്റ് ഈസ് ദിസ് റൂളിംഗ് റീഅഫേം ദാറ്റ് മെയിൻ്റനൻസ് മസ്റ്റ് ബി അസസ്ഡ് ഹോളിസ്റ്റിക്കലി എൻഷുറിങ് ഫെയർനെസ് ഡിഗ്നിറ്റി ഫോർ ദി ഫിനാൻഷ്യലി വീക്കർ സ്പൗസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും കല്യാണം കഴിഞ്ഞതിന് ശേഷം പങ്കാളികൾക്ക് ഒരു ഈക്വൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് ഇതിനെ നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നത്? കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് പ്രകാരമുള്ള ജോലി നഷ്ടപ്പെട്ട സ്ത്രീകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രത്യേകം പരിഗണിക്കുക. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ജോലി ഉണ്ടെങ്കിലും മെയിൻ്റനൻസ് കൊടുക്കണമെന്നുള്ള മുൻ 2011 വിധി വയ്ക്കുമെന്നൊക്കെ മാറിയിട്ടുണ്ട്. വീണ്ടും ഇവിടെ പുതിയ രൂപത്തിൽ തിരിച്ചു വന്ന ഭർത്താക്കന്മാർക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട്. അതുപോലെ ഭാര്യയ്ക്ക് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടോ എന്നുള്ള കാര്യവും ഭാര്യയ്ക്ക് വരുമാനമുണ്ടോ എന്നുള്ള കാര്യം പണ്ടൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ കേസുകളായിരുന്നു. അവയ്ക്കും രണ്ടാമത് ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ഈ ഒരു കേസിൽ ഭർത്താക്കന്മാർക്ക് അനുകൂലമായി വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.